ഇപ്പം നമ്മൾ ദേവാലയത്തിൽ പോകുന്നില്ലേ, നമ്മുടെ പ്രദേശത്തു നിന്നല്ല ആരും വരാത്തപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ അവിടെ പോയാലുണ്ടല്ലോ നമുക്ക് 5 മാർക്കേ ഉള്ളൂ. ഇവിടെ പോയാൽ ആരും വരണില്ല, നമ്മൾ എഴുന്നേറ്റ് പോണേ, അപ്പൊക്കെ ഇത് 50 മാർക്കാണ്. പണ്ട് ഞങ്ങളുടെ നാട് പള്ളിത്തോട എൻ്റെ വീട്. ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു തുരുത്തിലാണ്, ചുറ്റോട് ചുറ്റും വന്ന് ഇപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ പൊക്കി ഞാൻ. അതായത് അവിടെ ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തു. ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു അക്കാഡമിക് സെൻ്ററായിട്ട് അത് ഉയർത്തിക്കൊണ്ട് വരികയും അപ്പോൾ ഗവൺമെൻറ് എന്നെ സഹായിച്ചു, കൃപാസനത്തെ സഹായിച്ചു. 50 ലക്ഷം രൂപയോളം ഗവൺമെൻറ് തന്നു. ബാക്കി നമ്മുടെ കയ്യിൽ നിന്നിട്ടിട്ട് സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് ചെയ്യണം അവിടെ. അപ്പോൾ അവിടെ ആദ്യകാലങ്ങളിൽ ഞാനൊക്കെ 5ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കണ കാലത്ത് അവിടെ മുഴുവനും തുരുത്താണ്. അപ്പം മഴ വരുമ്പോൾ 6 ദിവസമൊക്കെ നിന്ന് പെയ്യണ മഴയാണ് അന്ന് ഉണ്ടാകണത്. 6 ദിവസം നിന്ന് പെയ്യണ മഴയും. ഇന്നൊക്കെ പെയ്യണമെങ്കിൽ നമ്മുടെ അണക്കെട്ടൊക്കെ പൊട്ടുപെടാന്ന് പൊട്ടുക. അന്ന് അണക്കെട്ടൊക്കെ കുറവല്ലേ, 64 കാര്യമാണ് ഈ പറയണത്, 65. അപ്പം അങ്ങനെ വരുമ്പോൾ മുഴുവനും വെള്ളം കയറും. ഞാൻ വെള്ളം കയറി വീട്ടിൽ വെള്ളം കയറിയിട്ട് കൊപ്ര ഉണക്കണ ഏരിയുണ്ട്, അതിൻ്റെ പുറത്ത് ഞാനും അപ്പച്ചയും കൊണ്ടിരിക്കുന്നവർക്കും ഉണ്ട്. ഞങ്ങളുടെ ഒരു കോഴി ഉണ്ടായിരുന്നു, കോഴിയും വന്ന് കയറിയിരിക്കും. അമ്മ അടുക്കള അവിടെ ഇവിടെയൊക്കെ വെള്ളത്തിലൊക്കെ അങ്ങോട്ട് നടക്കും. 6 ദിവസം വെള്ളം നിന്ന് പോയി പാത്രം. അപ്പം ആ ഒരു കാലത്തും അത് ആ വെള്ളം നിന്നിരുന്നത് ഞാനൊരു കൊച്ചു കൊടയും കൊണ്ട് ഞാൻ 1.5-2 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ ഉണ്ട് പള്ളിയോട്ട് പോകാൻ. കാറ്റും മഴയും ഭയങ്കരമാണ്. പക്ഷെ അപ്പോഴും പള്ളിയിൽ പോകും. ഇപ്പം ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് 1-2 വീട്ടുകാരെ ആ സമയത്ത് ഇട ദിവസം പള്ളിയിൽ പോകത്തുള്ളൂ. അന്നൊക്കെ പോയതിൻ്റെയാണ് കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താ കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് ആരും പോകാതിരിക്കണം വിചാരിച്ച പള്ളിയിൽ നമ്മൾ മാത്രം പോകുമ്പോൾ അതിന് 80 മാർക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രദേശത്ത് എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ടെങ്കിൽ 8 മാർക്ക് കിട്ടത്തുള്ളൂ അതിന്. അപ്പം നിങ്ങൾ പറയരുത് അയ്യോ ആരും വരാഞ്ഞുകൊണ്ടാണ് ഞാൻ വരാതെന്നൊക്കെ വന്നിട്ട് അതൊന്നും വിലപ്പോകത്തില്ല. ആരും വരാതിരിക്കുന്ന സമയത്തും ആരും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുന്ന സമയത്തും നമ്മളിരിക്കുന്നതാണ് എടുക്കുമ്പോഴാണ് റിസ്ക് എന്ന് പറയുന്നത്. 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേരെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു വിജാതിനൊഴികെ ആ ഒരാളിന് എന്ത് വിലയാ, നന്ദി പറയണമെന്ന് തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ശ്രീഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ഒരു നാണയം ഇടുമ്പോൾ, ചില്ലിക്കാശ് ഇടുമ്പോൾ കുറേ എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്പോഴ് ഈ വിധവ എല്ലാവരും ആ കൂടുതൽ ഇട്ടെന്ന് പറയുമ്പോഴും ആ ഒന്നൊരു പ്രധാനമല്ലേ മക്കളെ. അതുപോലെ തന്നെയുള്ള 99 നെയ്യും മഴപകർത്തി വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒന്നിന് വേണ്ടി പോകുന്ന ഒന്നിൻ്റെ തമ്പുരാനില്ലേ, ആ തമ്പുരാൻ, ആ ഒന്നെന്ന് പറയണതും 9 എന്ന് പറയണതും ദൈവത്തിന് ഒരുപോലെയാണ്.